പന്തളം റൂട്ടിലിതാ അച്ഛൻ കോവിലാറിന് കുറുകെയുള്ള കൈപ്പട്ടൂർ പാലം അതീവ അപകടാവസ്ഥയിലാണ്. മാസങ്ങൾക്ക് മുൻപ് തകർന്ന ഈ പാലത്തിന്റെ കൈവരികൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പകരം ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടാണ് മറച്ചിരിക്കുന്നത്. തകർന്ന കൈവരികൾ ഏത് നിമിഷവും വെള്ളത്തിലേക്ക് വീഴാം എന്ന അവസ്ഥയിലാണ്. സുരക്ഷാ ഭീഷണിയുള്ള ഭാഗം കേബിളിൽ ഫ്ലക്സ് കെട്ടിത്തൂക്കിയാണ് നിലവിൽ മറച്ചിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ. പാലങ്ങളുടെ ശോച്യാവസ്ഥ നാം കേരളത്തിൽ പലയിടങ്ങളിലും കാണാറുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കി പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ പാലങ്ങൾക്ക് ബലക്ഷയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പന്തളം പത്തനംതിട്ട റൂട്ടിലെ കൈപ്പട്ടൂർ പാലത്തിലാണ്. അച്ഛൻ കോവിലാറിന് കുറുകെയാണ് ഈ പാലമുള്ളത്. ഈ പാലത്തിന്റെ കൈവരി ഒരു ഭാഗം തകർന്ന നിലയിലാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. വളരെ അപകടകരമായ രീതിയിൽ ഈ കൈവരികൾ നിൽക്കുന്നു. ഏത് നിമിഷവും കൈവരിയുടെ ഭാഗങ്ങൾ അച്ഛൻ കോവിൽ നദിയിലേക്ക് വീഴുന്ന അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷേ പുറത്തു നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ തകർന്നു കിടക്കുന്ന ഈ പാലത്തിന്റെ കൈവരിയുടെ ഭാഗം കാണാനേ കഴിയില്ല. അത് കാണാത്ത രീതിയിൽ 2 ഫ്ലക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട് ഈ ഭാഗം മറച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഈ പാലത്തിന് പ്രത്യേകം കാൽനട പാത ഇല്ല. ആളുകളെല്ലാം ഈ പാലത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കുമായി പോകുമ്പോൾ കാൽനട യാത്രക്കാർ റോഡിന്റെ ഒരു വശത്തേക്ക് ഇങ്ങനെ ചേർന്ന് നടക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. അറിയാതെയെങ്കിലും ഒരു പക്ഷേ ഈ ഭാഗത്ത് അപകടം പതിയിരിപ്പുണ്ട്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ നേരത്തെ പൊതുജനങ്ങൾ പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും നാളായിട്ടും ഇതിന് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അടിഭാഗത്ത്, അതായത് ഈ അച്ഛൻകോവിൽ നദിയിലൊക്കെ ആളുകൾ കുളിക്കുന്ന ഒരു ഇടം കൂടിയാണത്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ആ ഭാഗങ്ങളിലൊക്കെ ആളുകൾ കുളിക്കാനും തുണികൾ നനയ്ക്കാനും ഒക്കെ പ്രത്യേകിച്ചും വേനൽക്കാലത്തൊക്കെ എത്തുന്ന ഒരു ഇടം കൂടിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ബസ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ഈ പാലത്തിൻ്റെ ഈ കൈവരിയുടെ ശോച്യാവസ്ഥ അത് എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് പൊതുജനത്തിന് ഉള്ളത്. ഇങ്ങനെ ഫ്ലക്സ് ബോർഡ് വെച്ച് മറച്ചതുകൊണ്ട് മാത്രം ഇവിടുത്തെ അപകടാവസ്ഥ ഇല്ലാതാകില്ല എന്നാണ് പൊതുജനം പറയുന്നത്. അധികൃതർ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണം എന്ന ആവശ്യം കൂടിയാണ് പൊതുജനത്തിന് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.